നിങ്ങളൊരു കാറ്റ് പേഴ്സൺ ആണോ അതോ ഒരു ഡോഗ് പേഴ്സൺ ആണോ? എന്തുകൊണ്ട് ഒരു പൂച്ചയും ഒരു നായയും ഇത്ര ഡിഫറെന്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നു? നായ നിങ്ങളെ ഒരു ഗോഡിനെ പോലെ കാണുമ്പോൾ എന്തുകൊണ്ട് പൂച്ച ഞാൻ തന്നെ ഒരു ഗോഡാണെന്ന് പറഞ്ഞിട്ട് ജീവിക്കുന്നു? ആൻഡ് പൂച്ച പലപ്പോഴും നമ്മളെ ഇഗ്നോർ ചെയ്യുമ്പോൾ നായ നമ്മളുടെ പുറകെ നടക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? പാതിരാത്രിക്കും ഒരു പൂച്ചയ്ക്ക് എന്തുകൊണ്ട് ഈസി ആയിട്ട് ഒരു എലിയെ പിടിക്കാൻ പറ്റുന്നു? ആൻഡ് നായക്ക് കിലോമീറ്ററുകളോളം അപ്പുറത്തുള്ള നിങ്ങളുടെ സ്മെല്ല് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്? ആൻഡ് ഇതിലും വലിയൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, എവല്യൂഷൻ എന്തുകൊണ്ട് ഒരു കോമൺ ആൻസെസ്ട്രൽ നിന്നും രണ്ട് വ്യത്യസ്തമായിട്ടുള്ള പ്രിഡേറ്റേഴ്സിനെ സൃഷ്ടിച്ചത്? ഇവിടെയാണ് ഈ കഥ ആരംഭിക്കുന്നത്. അതായത് നമ്മൾ ഇന്ന് കാണുന്ന പൂച്ചയും നായയും കോടിക്കണക്കിന് വർഷങ്ങളായിട്ട് മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ അല്ല. അവര് സത്യത്തിൽ ഒരേ കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. ഒരു ടൈഗറും ഒരു വൂൾഫും, ലയണും ജർമ്മൻ ഷെപ്പേർഡും, നിങ്ങളുടെ വീട്ടിലെ പൂച്ചയും നായയും, ഇവരെല്ലാവരും തന്നെ പണ്ട് ഒരു കോമൺ ആയിട്ടുള്ള ആൻസെസ്ട്രൽ നിന്നാണ് വരുന്നത്. ഇവരെല്ലാവരുടെയും പൂർവികര് ഒരു കാലഘട്ടത്തില് കാണാൻ ഒരുപോലെയുള്ള ജീവികളായിരുന്നു. പക്ഷെ പിന്നീട് എന്ത് സംഭവിച്ചു? നാച്ചുറൽ സെലക്ഷൻ എങ്ങനെ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള വഴികൾ ഇവർക്ക് വേണ്ടിയിട്ട് തെരഞ്ഞെടുത്തു? ഒരു 60 മില്യൺ ഇയേഴ്സ് അഗോ ഭൂമിയിൽ കടുവയില്ല, പൂച്ചയില്ല, പുലിയില്ല, പട്ടിയില്ല, ആരുമില്ല. ഉണ്ടായിരുന്ന ഡൈനോസോഴ്സ് ആണെങ്കിൽ അവിടുന്ന് എക്സ്റ്റിങ്ഷനും ആയിപ്പോയി. ആ ലോകത്താണ് ഒരു ചെറിയ മാമൽ അവിടെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നത്. പക്ഷെ അതിനറിയില്ലായിരുന്നു പിന്നീട് അതിന്റെ മക്കൾ എന്ന് പറയുന്നത് ഈ ലോകം തന്നെ കണ്ട വലിയ പ്രിഡേറ്റേഴ്സ് ആയിട്ട് മാറും എന്നുള്ളത്. അതിന്റെ ഡിസെൻഡൻസ് കുറെ പേര് കൂട്ടമായിട്ട് വേട്ടയാടാൻ തുടങ്ങി, കുറെ പേര് ഒറ്റയ്ക്ക് വേട്ടയാടാൻ തുടങ്ങി, ചിലർ മരങ്ങളിൽ നിന്ന് ഹണ്ട് ചെയ്യാൻ തുടങ്ങി, ചിലർ കിലോമീറ്റേഴ്സോളം ഓടിയിട്ട് ഹണ്ട് ചെയ്യാൻ തുടങ്ങി. ഈ വീഡിയോയുടെ അവസാനത്തിൽ നമ്മൾ കുറെ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് കണ്ടുപിടിക്കും. എന്തുകൊണ്ട് കാറ്റ്സ് ഇരുട്ടിൽ ഒരു സൂപ്പർ പവർ പോലെ കാണാൻ പറ്റുന്നു? എന്തുകൊണ്ട് ഡോഗ്സിന്റെ സ്മെല്ലിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ ഇമാജിനേഷനേക്കാളും വളരെ വലുതായത്? എന്തുകൊണ്ട് ലയൺസ് ഒരു സോഷ്യൽ ആനിമൽ ആയപ്പോൾ മോസ്റ്റ് ഓഫ് ദ കാറ്റ്സ് എന്ന് പറയുന്നത് ഒരു സോളിറ്ററി ആയിട്ട് മാറി? എന്തുകൊണ്ട് ചെന്നായകൾ കൂട്ടമായിട്ട് ഹണ്ട് ചെയ്യുന്നു? ആൻഡ് അൾട്ടിമേറ്റ്ലി ആരാണ് എവല്യൂഷനിൽ ജയിച്ചത്? അത് കാറ്റ്സ് ആണോ അതോ ഡോഗ്സ് ആണോ? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന കാറ്റിന്റെയും ഡോഗിന്റെയും കഥ എന്ന് പറയുന്നത് ശരിക്കും ഒരു കാറ്റിൽ നിന്നല്ല ആരംഭിക്കുന്നത്, ഒരു നായയിൽ നിന്നുമല്ല ആരംഭിക്കുന്നത്. പക്ഷെ അതൊരു കറ്റാസ്ട്രോഫിയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഏകദേശം 66 മില്യൺ ഇയേഴ്സ് അഗോ ഭൂമിയിൽ ഒരു ആസ്ട്രോയിഡ് വന്നിടിച്ചു. ആൻഡ് അതിന്റെ സൈസ് എന്ന് പറയുന്നത് ഏകദേശം 10 കിലോമീറ്റർ ഡയമീറ്റർ ഉണ്ടായിരുന്നു. ആൻഡ് അതിന്റെ ഇമ്പാക്ട് എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് ന്യൂക്ലിയർ ബോംബ്സ് വന്നിടിച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക, അതിന് തുല്യമായിരുന്നു. അതിന്റെ ഇമ്പാക്റ്റിന് ശേഷം ഫോറസ്റ്റുകൾ കത്തി നശിക്കാൻ തുടങ്ങി, സുനാമീസ് ഉണ്ടായി, ആസിഡ് റെയിൻസ് ഉണ്ടായി, ആൻഡ് വർഷങ്ങൾ നീണ്ട ഇരുട്ടുണ്ടായി. സൂര്യന്റെ വെളിച്ചം ഭൂമിയിൽ എത്തിയില്ല, ഫോട്ടോസിന്തസിസ് കുറയാൻ തുടങ്ങി, സസ്യങ്ങൾ മരിക്കാൻ തുടങ്ങി, അതിനെ ആശ്രയിച്ച് ജീവിച്ച ജീവികളും മരിക്കാൻ തുടങ്ങി. കുറച്ച് സമയം കൊണ്ട് തന്നെ ഭൂമിയിലെ 75% സ്പീഷീസുകളും ഇല്ലാതെയായി. ഈ ഒരു ഇവന്റ് ക്രെറ്റീഷ്യസ് പീരീഡിലാണ് നടക്കുന്നത്. ആൻഡ് ഇതിനെ നമ്മളെ മാസ് എക്സ്റ്റിങ്ഷൻ എന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെയാണ് ഒരു വലിയ ടെസ്റ്റ് എന്ന് പറയുന്നത്. ആസ്ട്രോയിഡ് ഇമ്പാക്റ്റിന് മുമ്പ് ഭൂമിയിൽ മാമൽസ് ഉണ്ടായിരുന്നു, പക്ഷെ അവര് അത്ര പ്രൊമിനന്റ് ആയിരുന്നില്ല. ബിക്കോസ് അവിടെ ഡോമിനേറ്റ് ചെയ്തിരുന്നത് മോസ്റ്റ്ലി ഡൈനോസേഴ്സ് ആയിരുന്നു. ആൻഡ് എക്സിസ്റ്റിംഗ് മാമൽസ് എന്ന് പറയുന്നത് വളരെ ചെറിയ ഓർഗാനിസംസ് ആയിരുന്നു. മോസ്റ്റ്ലി സ്ക്വിറൽസിന്റെ അല്ലെങ്കിൽ എലികളുടെ ഒക്കെ അത്രയോളം സൈസ് ഉണ്ടായിരുന്നുള്ളൂ. ഡൈനോസേഴ്സ് ആണ് അവിടെ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. ബിക്കോസ് അവർ വലിയ പ്രിഡേറ്റേഴ്സ് ആയിരുന്നു, വലിയ ഹെർബിവോഴ്സ് ആയിരുന്നു, വലിയ ഓംനിവോഴ്സ് ആയിരുന്നു. എല്ലായിടത്തും ഡൈനോസേഴ്സ് ആയിരുന്നു. പക്ഷെ ഡൈനോസേഴ്സ് ഇല്ലാതായപ്പോൾ ഇവിടെ ഒരു സംഭവം നടന്നു. അതായത് എവല്യൂഷണറി ബയോളജിയിലെ ഇതിനെ അഡാപ്റ്റീവ് റേഡിയേഷൻ എന്നാണ് പറയുന്നത്. നമുക്കതൊരു വേറൊരു എക്സാമ്പിൾ വെച്ച് പറയാം. അതായത് ഒരു സിറ്റി, ആ സിറ്റിയിൽ കുറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ജോബ് ഓപ്പർച്യൂണിറ്റീസ്. ഡോക്ടേഴ്സിന്റെ വേക്കൻസി ഉണ്ട്, ലോയേഴ്സിന്റെ വേക്കൻസി ഉണ്ട്, സൈക്കോളജിസ്റ്റിന്റെ വേക്കൻസി ഉണ്ട്, എല്ലാവരുടെയും വേക്കൻസി ഉണ്ട്. പക്ഷെ പ്രോബ്ലം ഈസ് അവിടെ ആരും ഇല്ല എന്നുള്ളതാണ്. അതായത് ഈ വേക്കൻസീസ് ഒന്നും ഫില്ല് ചെയ്യാൻ ആൾക്കാരില്ല. പെട്ടെന്നാണ് അവിടെ ഒരു ഫാമിലി എത്തുന്നത്. ആ ഫാമിലിയിൽ നിന്നുണ്ടായ ഡിസെൻഡൻസ് എല്ലാവരും, അവരുടെ കുട്ടികളും കുട്ടികളുടെ കുട്ടികളൊക്കെ വളർന്നു വലുതായി പെട്ടെന്ന് ഈ ഡിഫറെന്റ് നിഷിലുള്ള ഡിഫറെന്റ് ഏരിയയിലുള്ള ജോബ് എല്ലാം ഫില്ല് ചെയ്തു. അപ്പം കിട്ടിയ ഓപ്പർച്യൂണിറ്റി നല്ലപോലെ യൂട്ടിലൈസ് ചെയ്തിട്ട് അവര് എല്ലാ ഫീൽഡിലേക്കും ഡൈവേഴ്സിഫൈ ചെയ്തു. ഇതുപോലെ തന്നെയാണ് ഒരു അഡാപ്റ്റീവ് റേഡിയേഷൻ വർക്ക് ചെയ്യുന്നത്. അഡാപ്റ്റീവ് റേഡിയേഷൻ ഈസ് ആക്ച്വലി എ എവല്യൂഷണറി പ്രോസസ് വേർ എ സിംഗിൾ ആൻസെസ്ട്രൽ സ്പീഷീസ് റാപ്പിഡ്ലി ഡൈവേഴ്സിഫൈ ഇൻടു മൾട്ടിപ്പിൾ ന്യൂ സ്പീഷീസ്. ഇതിനൊരു റിയലിസ്റ്റിക് എക്സാമ്പിൾ ആണ് ഡാർവിന്റെ ഫിഞ്ചസ്. നമ്മൾ ഇത് ഓൾറെഡി സംസാരിച്ചിട്ടുണ്ട്. അതായത് ഗാലപ്പഗോസ് ഐലൻഡിലേക്ക് കുരുവികളുടെ ഒരു കോമൺ ആൻസെസ്റ്റർ വരെ ഉണ്ടായി. അപ്പൊ അവര് നോക്കിയപ്പോഴത്തേക്കും ഡിഫറെന്റ് ഐലൻഡിലാണെങ്കിൽ ഡിഫറെന്റ് ഫുഡ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ചില സ്ഥലത്ത് ഇൻസെക്ട് അവൈലബിൾ ആണ്, ചില സ്ഥലത്ത് സീഡ്സ് അവൈലബിൾ ആണ്, ചില സ്ഥലത്ത് കാക്ടസ് അവൈലബിൾ ആണ്. അപ്പൊ ഇവരിൽ നിന്നും കുറെ പേര്
പേര് എല്ലാ ഐലൻഡ്സിലേക്കും പോകാനായിട്ട് തുടങ്ങി. ആൻഡ് അവിടുത്തെ ഫുഡ് അവൈലബിലിറ്റി എങ്ങനെയാണോ അതിനനുസരിച്ച് ഇവർക്ക് എവല്യൂഷൻ സംഭവിച്ചു ഡിഫറെന്റ് സ്പീഷീസ് ആയി മാറി. അങ്ങനെ ഒരു കോമൺ ആൻസിസ്റ്ററിൽ നിന്നും റേഡിയേറ്റ് ചെയ്ത് പല 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 ന്യൂ സ്പീഷീസുകൾ ഫോം ചെയ്യാനായിട്ട് തുടങ്ങി. ഇതാണ് അഡാപ്റ്റീവ് റേഡിയേഷൻ. അപ്പോൾ ഡൈനോസോഴ്സിന്റെ പീരീഡിൽ എല്ലാം ഡൈനോസോഴ്സ് പിടിച്ചടക്കി വെച്ചിരിക്കുകയായിരുന്നു. അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലാർജ് പ്രിഡേറ്റേഴ്സ് ആണെങ്കിലും സ്മോൾ പ്രിഡേറ്റേഴ്സ് ആണെങ്കിലും ഹെർബിവോസ് ആണെങ്കിലും ഒംനിവോസ് ആണെങ്കിലും എല്ലായിടത്തും ഡൈനോസോഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇവരെ എക്സ്റ്റിങ്ക്ട് ആയി പോയപ്പോൾ ആ സ്ഥലങ്ങളിലെല്ലാം പല പല വേക്കൻസികൾ വരാൻ തുടങ്ങി. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സർവൈവ് ചെയ്ത മാമൽസിന്റെ മുമ്പിൽ വലിയ ഓപ്പർച്യൂണിറ്റീസ് ആണ് കിട്ടിയിരിക്കുന്നത്. ആ അവസരങ്ങൾ നല്ല രീതിയിൽ ഇവർ മുതലെടുത്തു. ഫോസിൽസ് എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ക്രിട്ടീഷ്യസ് പീരീഡിൽ നടന്ന ഒരു മാസ് എക്സ്റ്റിങ്ഷൻ ഉണ്ടല്ലോ, അതിനുശേഷമുള്ള കുറച്ച് മില്യൺസ് ഓഫ് ഇയേഴ്സിൽ മാമൽസിന്റെ റേഡിയേഷൻ അല്ലെങ്കിൽ ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത് പെട്ടെന്നായിരുന്നു. പുതിയ പുതിയ സ്പീഷീസുകളെ കിട്ടാനായിട്ടും തുടങ്ങി. അവർ പെട്ടെന്ന് ഡൈവേഴ്സിഫൈ ചെയ്തു. കുറച്ച് ആളുകൾ മരങ്ങളിലേക്ക് പോയി അതൊരു പ്രൈമേറ്റ് ആൻസസ്റ്റർ ആയിട്ട് മാറി. അതിൽ നിന്നാണ് ഇന്ന് കാണുന്ന ഓൾഡ് വേൾഡ് മങ്കീസും എയ്പ്സും ഹ്യൂമൻസും എല്ലാം ഉണ്ടായത്. ഹ്യൂമൻ എവല്യൂഷനെ പറ്റി മറ്റൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഒരു ഡിബേറ്റ് വേർത്തി ആയിട്ടുള്ള കുറെ ഡീറ്റെയിൽസ് ആയിരിക്കും അതിനകത്ത് ഉണ്ടാവുക. കുറെ പേര് കടലിലേക്ക് പോയി, അത് തിമീങ്കലത്തിന്റെയും ഡോൾഫിന്റെ ഒക്കെ ആൻസസ്റ്റർ ആയിരുന്നു. കുറച്ചു പേര് പുല്ല് തിന്നാൻ തുടങ്ങി, അത് ഹെർബിവോസിന്റെ ആൻസസ്റ്റേഴ്സ് ആയിട്ട് മാറി. ആൻഡ് മറ്റു ചിലര് അവര് വേട്ടയാടാൻ തുടങ്ങി. ആ വേട്ടക്കാരാണ് ആക്ച്വലി ഇന്നത്തെ കാറ്റ്സിന്റെയും ഡോഗ്സിന്റെയും കോമൺ ആൻസസ്റ്റർ എന്ന് പറയുന്നത്. ഈ കോമൺ ആൻസസ്റ്ററിന് വളരെയധികം പ്രത്യേകതയുള്ള ഒരു ഫീച്ചർ ഉണ്ടായിരുന്നു. അത് അവരുടെ നഖങ്ങളല്ല, അവരുടെ ബുദ്ധിയല്ല, അവരുടെ സ്പീഡും അല്ല, പിന്നെന്താണ്, അത് അവരുടെ പല്ലുകളായിരുന്നു. സ്പെഷ്യലൈസ്ഡ് കാർണിവോറസ് ടീത്ത്. മാമൽസിലെ പല ആളുകളും ഒംനിവോസ് ആയിരുന്നു. അവര് രണ്ട് രീതിയിലുള്ള ഫുഡുകളും കഴിക്കുമായിരുന്നു. പക്ഷെ ഈ ഒരു പ്രിഡേറ്റേഴ്സ് ഉണ്ടല്ലോ, ഈ ഹണ്ടേഴ്സ് എന്ന് പറയുന്ന ഈ വേട്ടക്കാര്, ഇവരെ മീറ്റ് മാത്രം കഴിക്കാനായിട്ട് സ്പെഷ്യലൈസ് ചെയ്ത് തുടങ്ങി. അപ്പൊ എന്താ സംഭവിച്ചത്, അവരുടെ പല്ലുകൾ അതിനനുസരിച്ച് അഡാപ്റ്റഡ് ആയിട്ട് മാറി. അതായത് അവരുടെ പ്രീമോളാസും മോളാസും ഒക്കെ കത്രികകൾ പോലെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഈ മീറ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൂടുതൽ മീറ്റ് കഴിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്, കൂടുതൽ എനർജി കിട്ടാൻ തുടങ്ങി. കൂടുതൽ എനർജി കിട്ടിയപ്പോൾ കൂടുതൽ റീപ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. കൂടുതൽ റീപ്രൊഡ്യൂസ് ചെയ്തപ്പോഴത്തേക്കും കൂടുതൽ ഇവോൾവ് ചെയ്യാനും തുടങ്ങി. അങ്ങനെ കൂടുതൽ ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് നടന്നു. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്. ഈ മാമൽ ആൻസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് എല്ലാവരും ഒരുപോലെ ഇരുന്ന ആളുകളാണ്. ഇവരിൽ നിന്നും എങ്ങനെയാണ് വൂൾഫും ഒരു ടൈഗറും ഒരു ഡോഗും ഒരു കാറ്റും ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടായത്? അടുത്ത കുറച്ച് മില്യൺ ഇയേഴ്സിൽ ഒരു മേജർ സ്പ്ലിറ്റ് നടന്നു, ഒരു വിഭജനം. ഈ ഒരു വിഭജനത്തിലാണ് കുറച്ചുപേര് കാറ്റ്സിന്റെ ഗ്രൂപ്പിൽപ്പെട്ട ആളുകളായിട്ടും കുറച്ചുപേര് ഡോഗ്സിന്റെ ഗ്രൂപ്പിൽപ്പെട്ട ആളുകളായിട്ട് മാറാൻ തുടങ്ങിയത്. അപ്പൊ നമ്മളിനി കാണാൻ പോകുന്നത് കാറ്റ്സും ഡോഗ്സും ജനിച്ച ആ ഒരു മഹാവിഭജനമാണ്. മോഡേൺ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം അനുസരിച്ച് കാറ്റ്സും ഡോഗ്സും ഉൾപ്പെടുന്നത് ഒരു ഓർഡറിലാണ്. ആ ഓർഡറിന്റെ പേര് കാർണിവോറ എന്നാണ്. സോ ബയോളജി ആൾക്കാർക്ക് ഇത് കുറച്ച് എളുപ്പം മനസ്സിലാവുമായിരിക്കും. പക്ഷെ അല്ലാത്തവർക്ക് വേണ്ടി പറയാം, ഈ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്തുള്ള എല്ലാ ജീവികളെയും നമ്മൾ എവല്യൂഷണറി പെർസ്പെക്റ്റീവ്സിലും അവരുടെ ക്യാരക്ടേഴ്സിന്റെ പെർസ്പെക്റ്റീവ്സിലൊക്കെ ഗ്രൂപ്പ് ചെയ്തിട്ട് ഓരോ ടാക്സ അല്ലെങ്കിൽ ഓരോരോ റാങ്ക് കൊടുത്തിട്ടുണ്ട്. ഇതിലും കുറച്ചുകൂടി എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവാനാണെങ്കിൽ നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്, അങ്ങനെ. ഇതിനകത്തുള്ള ഈ ഓർഡർ ആണ് കാർണിവോറ എന്ന് പറയുന്നത്. അതായത് കിങ്ഡം അനിമേലിയ, ഫൈലം കോഡേറ്റ, ക്ലാസ് മമേലിയ ആൻഡ് ഓർഡർ കാർണിവോറ. അപ്പോൾ കാർണിവോറ എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും വിചാരിക്കും കാർണിവോഴ്സ്, അതായത് മീറ്റ് കഴിക്കുന്ന ആൾക്കാർ. ഒബ്വിയസ്ലി അവർ മീറ്റ് കഴിക്കുന്നവർ തന്നെയാണ്. പക്ഷേ അനാറ്റമിക്കൽ പെർസ്പെക്റ്റീവിൽ നോക്കുന്ന സമയത്ത് അതിലും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് കാർണേഷ്യൽ ടീത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ ടീത്ത് ഒരു മോഡിഫൈഡ് മോളാസും പ്രീമോളാസും ആണ്. അതായത് ചവർണകം, അഗ്ര ചവർണകം എന്നൊക്കെ പറയില്ലേ. ഇത് നമ്മൾക്കാണെങ്കിലും ഹ്യൂമൻസിന്റെ ഒക്കെ കേസിലാണെങ്കിൽ ഒംനിവോസ് ആയതുകൊണ്ട് തന്നെ ഫുഡ് ചവച്ചരച്ച് കഴിക്കാനാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇവരുടെ കേസിൽ നോക്കുവാണെങ്കിൽ ഇത് ഷാർപ്പായിട്ടുള്ള ഒരു സിസേഴ്സ് പോലെയാണ് ഇതിരിക്കുന്നത്. അതായത് സ്കിന്ന് കീറാനും മീറ്റ് കട്ട് ചെയ്യാനും അങ്ങനെ കാർണിവോറൽ ഡയറ്റിന് വേണ്ടിയിട്ടുള്ള രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് കാർണിവോസിന്റെ ഒരു പ്രോപ്പർ ഒരു സിഗ്നേച്ചർ ആണ്. അപ്പോൾ നമ്മൾ സ്പ്ലിറ്റിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കാർണിവോറ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ബ്രാഞ്ച് 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫെലിഫോമിയ, അതായത് കാറ്റ് ലൈക്ക് കാർണിവോസ് ആണ്. ബ്രാഞ്ച് 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാനിഫോമിയ, അതായത് ഡോഗ് ലൈക്ക് കാർണിവോസ് ആണ്. ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ്? ഫെലിഫോമിയയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളവരാണ് ലയൺസ്, ടൈഗർ, ലെപ്പേർഡ്, സിവറ്റ്, ഹൈന. യെസ്, ഹൈനയെ കാണുമ്പോൾ നമുക്ക് ഡോഗ്സിനെ പോലെ തോന്നുമെങ്കിലും അത് കാറ്റ് ലൈക്ക് കാർണിവോർ ആണ്. അതിന്റെ റീസൺ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ സ്കള്ളിന്റെ സ്ട്രക്ചറും അതുപോലെ അവരുടെ
അവരുടെ ഇന്നർ ഇയറും മിഡിൽ ഇയറിന്റെ ഒക്കെ സ്ട്രക്ചറും അവരുടെ ജനറ്റിക്സും കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് മനസ്സിലാവും അത് കാറ്റിനോടാണ് കൂടുതൽ സിമിലർ ആയിട്ടുള്ളത് ദാൻ ഡോഗ്. കാനിഫോമിയയിൽ നമുക്ക് അറിയാവുന്നത് തന്നെയാണ്, ഡോഗ്സ് ഉണ്ട്, വൂൾസ് ഉണ്ട്, അതുപോലെ ഫോക്സ് ഉണ്ട്, ഇവരൊക്കെ ഉണ്ട്. പക്ഷെ സർപ്രൈസിംഗ് ആയിട്ട് ആരൊക്കെ ഉള്ളതെന്ന് അറിയാമോ? കരടി, റക്കൂൺസ്, അതുപോലെ സീൽ, സീ ലയൺസ്, ഇവരൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. ഒരു ന്യൂ സ്പീഷീസിനെ കണ്ടുപിടിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു ടാക്സോണമി സ്റ്റഡീസ് ഒക്കെ നടത്തുമ്പോൾ നമ്മൾ അതിന്റെ പല ഫീച്ചേഴ്സ് അനലൈസ് ചെയ്യാറുണ്ട്. മോർഫോളജിക്കൽ ഫീച്ചേഴ്സ്, ജനറ്റിക്സ് നോക്കാറുണ്ട്, അതുപോലെ തന്നെ അവരുടെ അനാറ്റമിക്കൽ പെർസ്പെക്റ്റീവ്സ് നോക്കാറുണ്ട്, അങ്ങനെയൊക്കെ. അപ്പോൾ ഫെല്ലിഫോമിയയും അതുപോലെ കാനിഫോമിയയും തമ്മിലുള്ള മേജർ ഡിഫറൻസസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടേഴ്സ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് എന്തൊക്കെയാണ്? ഫസ്റ്റത്തത് സ്കള്ളിന്റെ സ്ട്രക്ചറാണ്. ആൻഡ് സ്കള്ളിന്റെ സ്ട്രക്ചർ കമ്പയർ ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവാനായിട്ട് തുടങ്ങി. ഫെല്ലിഫോമിയയുടെ സ്കൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഷോർട്ടർ ആണ്, അതുപോലെ ബൈറ്റ് ഫോഴ്സിനെ ഹാൻഡിൽ ചെയ്യാൻ കുറച്ചും കൂടി ബെറ്റർ ആണ് ആൻഡ് മോർ കോമ്പാക്റ്റ് ആണ്. കാനിഫോമിയയുടെ നോക്കുന്ന സമയത്ത് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ചാൽ അത് നാരോവർ ആണ്, ലോങ്ങർ ആണ്, അതുപോലെ എൻഡ്യൂറൻസിന് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ബിൽഡ് ചെയ്ത പോലെയാണ് ഇരിക്കുന്നത്. രണ്ടാമത്തെ പോയിന്റ് അവരുടെ ഇയറിന്റെ സ്ട്രക്ചർ ആണ്. അതായത് മിഡിൽ ലെയറിൽ ഫെല്ലിഫോമിയക്ക് 2 ചേംബേർഡ് ആയിട്ടുള്ള ഓഡിറ്ററി സ്ട്രക്ചർ ആണ് ഉള്ളത്. അതേസമയം കാനിഫോമിയക്ക് അതൊരു സിംഗിൾ ചേംബേർഡ് ആണ്. ഏകദേശം 1990കളിലാണ് DNA അനാലിസിസിന്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഈ പല ഡിഫറെന്റ് സ്പീഷീസിന്റെ DNA അനലൈസ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഫോസിൽ എവിഡൻസ് ആണെങ്കിലും അല്ലെങ്കിൽ അനാറ്റമിക്കൽ എവിഡൻസ് ആണെങ്കിലും മോർഫോളജിക്കൽ എവിഡൻസ് ആണെങ്കിലും കാണിച്ചു തന്നിട്ടുള്ള സിമിലാരിറ്റീസ് എന്ന് പറയുന്നത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ DNA അനാലിസിസിന് സാധിച്ചു. ഒരുപോലുള്ള ആളുകളുടെയൊക്കെ DNAയിലും ആ സിമിലാരിറ്റി കണ്ടുപിടിക്കാൻ സാധിച്ചു. പക്ഷെ നമ്മൾ ഇവിടെ പറയാൻ വിട്ടുപോയിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതായത് എന്തുകൊണ്ട് ഇവര് രണ്ടുപേരും 2 ലീനിയേജിലേക്ക് പോയി, 2 രീതിയിൽ അഡാപ്റ്റേഷൻ സംഭവിച്ചു, അല്ലെങ്കിൽ 2 രീതിയിൽ ഇവോൾവ് ചെയ്തു എന്നുള്ളത്. അതായത് എന്തുകൊണ്ട് ടൈഗർ ഒരു ഒളിഞ്ഞിരുന്ന് പ്രേനെ പിടിക്കുന്ന സമയത്ത് ഒരു ചെന്നായ ആണെങ്കിലും കിലോമീറ്ററുകളോളം ഓടിച്ചിട്ടിട്ട് പ്രേനെ പിടിക്കുന്നു. ഇവിടെ എവല്യൂഷൻ ഒപ്റ്റിമൈസ് ചെയ്തിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട്, എനർജി. അതായത് എനർജി എക്കണോമിക്സിന്റെ ബേസിസിലാണ് കുറെ ഡിഫറൻസസ് ഇവർക്ക് വന്നത്. നിങ്ങളൊരു പ്രിഡേറ്റർ ആണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒരു പ്രേനെ കണ്ടെത്തി കഴിയുമ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പതുങ്ങിയിരുന്നിട്ട് ആ പ്രേ അടുത്ത് വരുന്നത് വരെയും വെയിറ്റ് ചെയ്തിട്ട് അതിനെ ചാടിപ്പിടിക്കുക. രണ്ടാമത്തെ ഓപ്ഷൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറകെ ഓടിച്ചിട്ട് എവിടെ വരെ അത് പോകുന്നോ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഓടിച്ചിടാൻ പറ്റുന്നോ അങ്ങനെയൊക്കെ ഓടിച്ചിട്ടിട്ട് അതിനെ പിടിക്കുക. ഇതിൽ ഏതായിരിക്കും എനർജി സേവ് ചെയ്യുന്നത്? ഒബ്വിയസ്ലി ഓപ്ഷൻ എ ആണ്, അല്ലേ? ഇവിടെയാണ് ക്യാറ്റ്സിന്റെ എവല്യൂഷണറി സ്ട്രാറ്റജി നമുക്ക് മനസ്സിലാവുന്നത്. ക്യാറ്റ്സ് ഇവോൾവ് ചെയ്തിട്ടുള്ളത് സ്പീഡിന് വേണ്ടിയിട്ടല്ല, അത് എനർജി സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, സ്ട്രെങ്തിന് വേണ്ടിയിട്ടാണ്. നേച്ചറിൽ എനർജി എന്ന് പറയുന്നത് ഒരു കറൻസി പോലെയാണ് വർക്ക് ചെയ്യുന്നത്. അതായത് നമുക്ക് കിട്ടുന്ന കാശിനേക്കാൾ കൂടുതൽ നമ്മളുടെ എക്സ്പെൻസ് വരുവാണെങ്കിൽ, ഇൻകത്തിനേക്കാൾ കൂടുതൽ എക്സ്പെൻസ് വരുവാണെങ്കിൽ നമ്മൾ ഒബ്വിയസ്ലി ബ്രോക്ക് ആയി പോകും. അതുപോലെ തന്നെ കിട്ടുന്ന എനർജിയേക്കാൾ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ജീവി അവിടുന്ന് ചത്തുപോകും, അല്ലെങ്കിൽ അവിടുന്ന് എലിമിനേറ്റ് ആയി പോകും. അത്ര സിമ്പിൾ ആണ് ആ എനർജിയുടെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷെ ഇവിടെ ആക്ച്വലി ഒരു പ്രോബ്ലം ഉണ്ട്. അതായത് ക്യാറ്റ്സിന്റെ ഹണ്ടിങ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് പെർഫെക്റ്റ് അല്ല. മിക്കവാറും സമയങ്ങളിൽ അവർ ഫെയിൽ ആവാറാണ് പതിവ്. പിന്നെ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു സ്ട്രാറ്റജി അവർ ഡെവലപ്പ് ചെയ്ത് വന്നത്? സയന്റിസ്റ്റ് ആളുകൾ കണ്ടുപിടിച്ച സംഭവമാണ് ഈ ഹണ്ടിങ് റേറ്റ് ഓഫ് ലയൺസ് എന്ന് പറയുന്നത് ഏകദേശം 20 to 30% മാത്രമേ ഉള്ളൂ. ലെപ്പേർഡ്സിനാണെങ്കിൽ അതിലും കുറവാണ്, ടൈഗറിന് അതിലും കുറവാണ്. പക്ഷെ എന്തുകൊണ്ട് ഇങ്ങനെ ഇവോൾവ് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു സിമ്പിൾ ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫെയിലിയർ എന്ന് പറയുന്നത് ചീപ്പാണ്. അതായത് ഒരു 50 മീറ്റർ ഓടിയിട്ട് ഒരു പ്രേനെ കിട്ടാതെ ഫെയിൽ ആവുന്നത് എന്ന് പറയുന്നത് ഒരു ടൈഗറെ സംബന്ധിച്ചിടത്തോളം ഒന്നുമല്ല. പക്ഷെ ഒരു 5 കിലോമീറ്റർ ഓടിയിട്ട് ഫെയിലിയർ ആവുക എന്ന് പറയുന്നത് അത് വളരെയധികം ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പൊ കുറെ ചീപ്പ് ഫെയിലിയേഴ്സ് ഉണ്ടെങ്കിലും ഒരു മാസീവ് ആയിട്ടുള്ള സക്സസ് ഉണ്ടെങ്കിൽ ദാറ്റ്സ് ഇനഫ്. ഇവിടെ ഒരു സംഭവം എവല്യൂഷണറി ഒരു ആം റേസ് നടക്കുന്നുണ്ട്. അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഇതിനെപ്പറ്റി സംസാരിച്ചായിരുന്നു. റെഡ് ക്വീൻ ഹൈപ്പോത്തിസിസ്, കോ എവല്യൂഷൻ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. അതായത് ഒരു പ്രിഡേറ്റർ ഇംപ്രൂവ് ആകുന്ന സമയത്ത് പ്രേയും അതിന്റെ കൂടെ തന്നെ ഇംപ്രൂവ് ആകും, അല്ലെങ്കിൽ തിരിച്ച് പ്രേ ഇംപ്രൂവ് ആകുമ്പോൾ പ്രിഡേറ്റർ അതിനനുസരിച്ച് ഇംപ്രൂവ് ആകും. ഇവിടെ പ്രിഡേറ്റർ ഒരു കാമോഫ്ലേജ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് പ്രേ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബെറ്റർ വിഷൻ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. പ്രിഡേറ്റർ ഫാസ്റ്റർ ആവുന്ന സമയത്ത് പ്രേ ആണെങ്കിൽ വിജിലൻസ് കൂടുതൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു എവല്യൂഷണറി ആം റേസ് ആണ് പ്രേയും പ്രിഡേറ്ററും തമ്മിൽ നടക്കുന്നത്. ഇതൊരു കോ എവല്യൂഷൻ എക്സാമ്പിൾ ആണ്. ഇതിനെ നമ്മൾക്ക് റെഡ് ക്യൂൻ ഹൈപ്പോത്തിസിസ് എന്നും പറയാം. ബിക്കോസ് ഇത് നാടോടുമ്പോൾ നടുവേ ഓടണം എന്നുള്ളൊരു ഐഡിയ ഉണ്ടല്ലോ, ആ സംഭവമാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. എന്തുകൊണ്ട് ഒരു പൂച്ച ഒരു പൂച്ചയെ പോലെ ഇരിക്കുന്നു? ഒരു ടൈഗർ ഒരു
ലയൺ, ഒരു പൂച്ച ഇവരൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് കോമൺ ആയിട്ട് നമുക്ക് കുറേ ഫീച്ചേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? അതിനെയാണ് ഒരു ക്യാറ്റ്സിന്റെ ഒരു ഫാമിലി നമുക്ക് വേണമെങ്കിൽ ഒരുമിച്ച് പറയാം. അപ്പം അത് എന്തുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? അതായത് ഇവരുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ക്യാറ്റ്സിന് ഫ്ലെക്സിബിൾ സ്പൈൻ ഉണ്ട്, പവർഫുൾ ഹൈൻഡ് ലിംസ് ഉണ്ട്, റിട്രാക്റ്റബിൾ ക്ലോസ് ഉണ്ട്, ഫോർവേഡ് ഫേസിംഗ് ഐസ് ഉണ്ട്, എക്സലന്റ് ഡെപ്ത് പെർസെപ്ഷൻ ഉണ്ട്. ഇതൊക്കെ ഒരു സിമ്പിൾ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഷോർട്ട് ഡിസ്റ്റൻസ് കില്ലിംഗ്. ഇവര് മാരത്തോൺ ഓടുന്നില്ല, ഇവർക്ക് എൻഡ്യൂറൻസ് വേണ്ട, മാക്സിമം പവർ, മിനിമം ടൈം. അപ്പൊ ക്യാറ്റ്സിന്റെ ക്ലോസ്, ടീത്ത് അതിങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണെങ്കിലും ഇവരുടെ സ്പൈൻ എന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടന്റ് ഫീച്ചർ ആണ്. ഇപ്പം ചീറ്റയുടെ സ്പൈൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു സ്പ്രിങ് പോലെ കംപ്രസ് ചെയ്യുകയും റിലാക്സ് ചെയ്യുകയും ചെയ്യും അത് ഓടുന്ന സമയത്ത്. അത് അവരെ കൂടുതലായിട്ട് ഓടാനും ഹണ്ട് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കുറച്ചു പേർക്കെങ്കിലും തോന്നിക്കാണും ക്യാറ്റ്സ് ഓടാനല്ല, അവർ ഷോർട്ട് ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്യുള്ളൂ, അവർക്ക് ലോങ് ഡിസ്റ്റൻസ് മാരത്തോൺ ഒന്നും താല്പര്യമില്ല എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ചീറ്റ ഒരു ക്യാറ്റ് അല്ലേ? ഏതൊരു സിസ്റ്റം എടുത്ത് നോക്കിയാലും അതിൽ കുറെ എക്സെപ്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. അതുപോലൊരു എക്സെപ്ഷൻ ആണ് നമ്മുടെ ചീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആക്ച്വലി മറ്റുള്ള ക്യാറ്റ്സിനേക്കാളും ഡിഫറെന്റ് ആയിട്ട് ചീറ്റ വർക്ക് ചെയ്യുന്നത്. അവരുടെ സ്ട്രക്ചറും ഷേപ്പും അനാറ്റമിക്കൽ ഫീച്ചേഴ്സും ബോഡി ഫീച്ചേഴ്സും എല്ലാം അതിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. ക്യാറ്റ്സിന്റെ മറ്റൊരു ഫീച്ചറാണ് നൈറ്റ് വിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ മില്യൺസ് ഓഫ് ഇയേഴ്സ് ആയിട്ട് രാത്രി സമയങ്ങളിൽ ഹണ്ട് ചെയ്തിട്ട് അവരുടെ ഐസ് വെൽ ഡെവലപ്ഡ് ആയി വന്നിട്ടുണ്ട്. സോ അതിന്റെ ഫലമായിട്ട് ഇവോൾവ് ചെയ്ത ഫീച്ചറാണ് ലാർജ് ഐസ്, സെൻസിറ്റീവ് റെറ്റിന, എക്സലന്റ് ലോ ലൈറ്റ് വിഷൻ. വളരെ കുറഞ്ഞ ലൈറ്റിൽ ക്യാറ്റ്സിനെ നല്ല രീതിയിൽ കാണാൻ പറ്റും എന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമ്മുടെ റൂമിൽ ക്യാറ്റ് രാത്രി കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ചെറിയ ലൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ എല്ലാം കാണുന്നുണ്ട്. ക്യാറ്റ് ഒരു ആംബുഷ് പ്രിഡേറ്റർ ആണെന്ന് മനസ്സിലായി. എന്തുകൊണ്ട് ചെന്നായകളെ പോലെ ഒരു കൂട്ടമായിട്ട് ഇവർ ഹണ്ട് ചെയ്യുന്നില്ല? എന്തുകൊണ്ട് ഇതൊരു സോളിറ്ററി ഓർഗാനിസം ആയിട്ട് മാറി? ക്യാറ്റ്സ് ആണെങ്കിൽ എനർജി സേവ് ചെയ്ത് വെച്ചിട്ട് ഹണ്ട് ചെയ്യാനായിട്ട് പഠിച്ചു. പക്ഷെ ഡോഗ്സ് ആണെങ്കിൽ എനർജി ചെലവാക്കിയിട്ടാണ് ഹണ്ട് ചെയ്യുന്നത്. ഇതെങ്ങനെയാന്ന് നോക്കാം. എങ്ങനെ ഡോഗ്സിന്റെ ഗ്രൂപ്പിൽ പെട്ട ആളുകൾ ഹണ്ട് ചെയ്യുന്നു? ഒറ്റ സ്ട്രാറ്റജി ഉള്ളൂ, എനർജി ചെലവാക്കുക, പിന്നെയും എനർജി ചെലവാക്കുക, അതായത് ചേസ് ചെയ്യുക. ഈ ഒരു സ്ട്രാറ്റജി ലക്ഷക്കണക്കിന് വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വൂൾസും ഡോഗ്സും എല്ലാം പെർഫെക്റ്റ് ഹണ്ടേഴ്സ് ആയിട്ട് മാറുന്നത്. ഒരു ടൈഗറെ സംബന്ധിച്ചിടത്തോളം പ്രേനെ സർപ്രൈസ് ചെയ്യുക എന്നുള്ളതാണ് അവന്റെ ഉദ്ദേശം. പക്ഷെ ഒരു ഡോഗിനെ സംബന്ധിച്ചിടത്തോളം പ്രേനെ ടയേർഡ് ആക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. എക്കോളജിസ്റ്റുകൾ വൂൾഫിനെ പറ്റിയും അതുപോലെ വൈൽഡ് ഡോഗ്സിനെ ഒക്കെ പറ്റി പഠിച്ചപ്പോൾ അവരുടെ പ്രേ പ്രിഡേറ്റർ റിലേഷൻഷിപ്പിൽ നിന്നും ഒരു കാര്യം മനസ്സിലായി. അവരുടെ പ്രേസ് എന്ന് പറയുന്നത്, അവരെ ആരെയാണോ പിടിക്കുന്നത് അവരെന്ന് പറയുന്നത് സെക്കൻഡ്സ് കൊണ്ടോ മിനിറ്റുകൾ കൊണ്ടോ പെട്ടെന്ന് രക്ഷപ്പെടാൻ കഴിവുള്ള ആളുകളാണ്. അതായത് പ്രിഡേറ്ററിനേക്കാളും ഫാസ്റ്റർ ആയിട്ട് റൺ ചെയ്യാൻ പറ്റുന്ന ആളുകളാണ് പ്രേ. അപ്പൊ പ്രിഡേറ്ററിനേക്കാളും ഫാസ്റ്റ് ആയിട്ട് പ്രേ ഓടിപ്പോവാണെങ്കിൽ പിന്നെ എങ്ങനെ അവർക്ക് കിട്ടുക? അവിടെയാണ് സ്പീഡ് കൊണ്ടല്ല ഇവരെയൊക്കെ പിടിക്കുന്നു എന്നുള്ളൊരു സംഭവം വരുന്നത്. അത് സ്റ്റാമിന കൊണ്ടാണ്. അതായത് പെർസിസ്റ്റൻസ് ഹണ്ടിങ് എന്ന് പറയുന്ന ഒരു സംഭവം. പ്രേനേക്കാൾ കൂടുതൽ ഫാസ്റ്റർ ആവേണ്ട ആവശ്യമില്ല ആ പ്രേനെ പിടിക്കാൻ വേണ്ടിയിട്ട്. അതിനേക്കാൾ കൂടുതൽ നേരം ഓടിയാൽ മതി എന്നുള്ളൊരു ഐഡിയ. അപ്പൊ എങ്ങനെയാണ് വൂൾസും ഡോഗ്സും ഒക്കെ ഇതിനു വേണ്ടിയിട്ട് പ്രിപ്പയർഡ് ആവുന്നത്? ഡോഗിനെ സംബന്ധിച്ചിടത്തോളം എൻഡ്യൂറൻസ് ആണ് അവരുടെ മെയിൻ ക്യാരക്ടർ. അതായത് കൂടുതൽ ദൂരം ഓടി അവരെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് ബോഡി സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. ലോങ് ലെഗ്സ്, ലോങ് സ്ട്രൈഡ്, എനർജി എഫിഷ്യന്റ് ലോക്കോമേഷൻ. അതുപോലൊരു സംഭവമാണ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ബ്രീതിങ്. ഇവര് ഡോഗ്സ് റൺ ചെയ്യുന്ന സമയത്ത് ഇവരുടെ ലങ്സിൽ നിന്നും വളരെയധികം ഓക്സിജൻ സപ്ലൈ ഇവരുടെ ബോഡിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ മസിൽസ് ഫറ്റീഗ് ആവാൻ വേണ്ടിയിട്ട് കുറെ ടൈം എടുക്കും. ഒട്ടുമിക്ക മാമൽസും റൺ ചെയ്യുന്ന സമയത്ത് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ അത് തെർമോ റെഗുലേഷന് വേണ്ടിയിട്ട് കുറെ സമയം റെസ്റ്റ് എടുക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം വരുന്നുണ്ട്. പക്ഷേ ഡോഗ്സും അവരുടെ ഗ്രൂപ്പും കുറച്ചും കൂടിയും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മെത്തേഡും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. പാൻറ്റിങ്, അതായത് മൗത്തിൽ കൂടി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നാക്ക് പുറത്തിട്ട് ഇങ്ങനെ ശ്വസിക്കില്ലേ, ആ ഒരു പ്രോസസ്. പട്ടികൾ സ്വെറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വളരെ കുറവാണ്. അപ്പൊ ബോഡി ഹീറ്റ് കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു പ്രോസസ്സിൽ കൂടെയാണ്. അതുപോലെ ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ഓടാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രോസസ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇവരുടെ മറ്റൊരു അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പായിട്ട് ഹണ്ട് ചെയ്യുക എന്നുള്ള ഒരു പ്രോസസ്സാണ്. ടൈഗർ എല്ലാം ഒറ്റക്ക് ഹണ്ട് ചെയ്യുന്ന സമയത്ത് വൂൾഫ് ഒക്കെ ഒരു ഗ്രൂപ്പായിട്ടാണ് ഹണ്ട് ചെയ്യുന്നത്. അതായത് ഒരാൾ ചേസ് ചെയ്യുന്നു, ഒരാൾ അവരുടെ ഫ്രണ്ടിൽ നിന്നും ബ്ലോക്ക് ചെയ്യുന്നു, ഒരാൾ ഹണ്ട് ചെയ്യുന്നു, അങ്ങനെയൊക്കെ. ഇവരുടെ ഇത്തരത്തിലുള്ള ഒരു സ്ട്രാറ്റജികളൊക്കെ കൊണ്ട് ഇവർക്ക് എന്തൊക്കെയാണ് നേടിയത്, ഇവരെന്തൊക്കെയാണ് നഷ്ടപ്പെട്ടത്? ഡോഗ്സിന് കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ സ്റ്റാമിനയുണ്ട്, കോപ്പറേഷൻ ഉണ്ട്, ട്രാക്കിംഗ് എബിലിറ്റി ഉണ്ട്. പക്ഷെ നഷ്ടപ്പെട്ട ഒരു കാര്യമാണ് സ്റ്റെൽത്ത്, ക്ലൈംബിംഗ് എബിലിറ്റി, പ്രിസിഷൻ, ആംബുഷ് സ്കിൽസ്. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കുറച്ച് കാര്യങ്ങളാണ്. ഒരു പ്രിഡേറ്റർ ആണെങ്കിൽ അവരുടെ കണ്ണുകളിൽ കൂടി കാണുന്നു, ഒരു പ്രിഡേറ്റർ ആണെങ്കിൽ അതിന്റെ ഗന്ധങ്ങളിൽ കൂടി കാണുന്നു. എന്താണെന്ന് നോക്കാം.
കാറ്റ്സിന്റെ ഐസ് നോക്കിക്കഴിഞ്ഞ ഒരു കാര്യം മനസ്സിലാവും, അതൊരു നോർമൽ ഐ അല്ല. ലക്ഷക്കണക്കിന് വർഷങ്ങളായി പ്രേനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇവോൾവ് ചെയ്തിട്ടുള്ള ഒരു സൂപ്പർ സിസ്റ്റം തന്നെയാണ് അത്. നമ്മളുടെ എല്ലാം കണ്ണുകളിൽ 2 ടൈപ്പ് സെൽസ് ഉണ്ട്. ഒരു കോൺ സെൽസ് ഉണ്ട്, ഒരു റോഡ് സെൽസും ഉണ്ട്. കോൺ സെൽസ് ആണെങ്കിൽ കളർ വിഷൻ പോസിബിൾ ആക്കുന്നതും റോഡ് സെൽസ് ആണെങ്കിൽ ലോ ലൈറ്റ് വിഷൻ പോസിബിൾ ആക്കുന്നതുമാണ്. കാറ്റ്സിന്റെ റെറ്റിനയിൽ ഈ റോഡ് സെൽസ് ഇല്ലേ, അത് വളരെയധികം കൂടുതലാണ്. അതിന്റെ പ്രൊപ്പോർഷൻ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് നൈറ്റ് വിഷൻ ഈസി ആയിട്ട് പോസിബിൾ ആവുന്നത്. അത് മാത്രമല്ല, കാറ്റ്സിന്റെ കണ്ണിലാണെങ്കിൽ ഒരു ടെപ്പീറ്റം ലൂസിഡം എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ലെയർ ഉണ്ട്. അതൊരു കണ്ണാടി പോലെയാണ് വർക്ക് ചെയ്യുന്നത്. അതായത് കണ്ണിനകത്തേക്ക് എൻ്റർ ചെയ്തിട്ടുള്ള ലൈറ്റിനെ വീണ്ടും ഫോട്ടോ റിസെപ്റ്റേഴ്സിലേക്ക് റിഫ്ലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ലെയർ ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ഇവരുടെ കണ്ണുകളിലേക്ക് ലൈറ്റ് അടിക്കുന്ന സമയത്ത് അത് തിളങ്ങി കാണുന്നത്. കുറച്ചു പേരെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവും കംപ്ലീറ്റ് ഡാർക്ക്നെസ്സിൽ ഇവർക്ക് കണ്ണ് കാണാൻ പറ്റുന്നു. പക്ഷെ ഇല്ല, ലോ ലൈറ്റ് വിഷൻ ആണ് സത്യം പറഞ്ഞാൽ പോസിബിൾ ആവുന്നത്. ഡോഗ്സ് ആണെങ്കിൽ വേറൊരു ലോകത്താണ് ജീവിക്കുന്നത്, ഗന്ധങ്ങളുടെ ലോകത്ത്. മനുഷ്യർ വിഷ്വൽ മാപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവർ ഒരു സ്മെല്ല് കൊണ്ടൊരു മാപ്പാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഹ്യൂമൻസിന്റെ കേസിൽ ഏകദേശം 5 മില്യൺ ഓൾഫാക്ടറി റിസെപ്റ്റേഴ്സ് ആണ് ഉള്ളത്. അതായത് സ്മെല്ല് ഡിറ്റക്ട് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന നമ്മുടെ സെൽസ്. ഡോഗ്സിന്റെ കേസിലാണെങ്കിൽ അത് ഏകദേശം 200 to 300 മില്യൺസ് ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്ക്, നമുക്ക് 5 മില്യണേ ഉള്ളൂ, 200 അല്ലെങ്കിൽ 300 മില്യൺ. ചില ബ്രീഡ്സിനൊക്കെ ആണെങ്കിൽ അതിലും കൂടുതലുണ്ട്. പക്ഷെ സെൻസ് ചെയ്തതുകൊണ്ട് മാത്രം കാര്യമില്ല. ഡോഗ്സിന്റെ ബ്രെയിൻ എന്ന് പറയുന്നതും ഇവരെയൊക്കെ പ്രോസസ് ചെയ്യാൻ കപ്പാസിറ്റി കൂടുതലുള്ളതാണ്. അതായത് ഹ്യൂമൻസിനേക്കാളും സ്മെല്ല് പ്രോസസ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് ഡോഗ്സിന് കുറച്ചുകൂടി ഡെവലപ്ഡ് ആണ്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഏജ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും, ഡയറക്ഷൻ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും, ഇമോഷണൽ സ്റ്റേറ്റ് പോലും ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു ഡോഗ് നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ സ്മെല്ല് വെച്ചിട്ട് അതിന് മനസ്സിലാവും അത് നമ്മൾ ഇവിടെ ഇല്ല എന്നുള്ളൊരു കാര്യം. പക്ഷേ എപ്പോൾ പോയി എന്ന് പോലും മനസ്സിലാക്കാനായിട്ട് ഇവർക്ക് മനസ്സിലാവും. കാരണം ഇന്റൻസിറ്റി ഓഫ് ദ സ്മെല്ല് വെച്ചിട്ട് ഇവർക്ക് പല രീതിയിൽ ഇൻഫർമേഷൻ പ്രോസസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഡോഗ്സ് ഇങ്ങനെ ട്രാക്ക് ചെയ്ത് പോകുന്നത്. പക്ഷെ കേൾവിയുടെ കാര്യത്തിൽ കാറ്റ്സിന്റെ എവല്യൂഷണറി അഡ്വാൻറ്റേജ് വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു. കാറ്റ്സിന് ഹൈ ഫ്രീക്വൻസി സൗണ്ട്സ് ഡിറ്റക്ട് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. ഇതൊരു കോയിൻസിഡൻസ് അല്ല, റൊഡൻസ് ഏകദേശം ആ ഒരു സൗണ്ട് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കോ എവല്യൂഷൻ ഇവരിൽ സംഭവിച്ചിട്ടുള്ളത്. ഡോഗ്സും നല്ല രീതിയിൽ കേൾവി ശക്തിയുള്ള ആളുകൾ തന്നെയാണ്. പക്ഷെ കാറ്റ്സിന്റെ കേസിൽ അവരുടെ പിന്നെന്ന് പറയുന്നത് വളരെ ഫ്ലെക്സിബിൾ ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അത് റൊട്ടേറ്റ് ചെയ്യാനും മൂവ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. കൂടുതൽ അത് ഹിയറിംഗിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കൈൻഡ് ഓഫ് ഒരു ബയോളജിക്കൽ റഡാർ പോലെ. പക്ഷെ കാറ്റ്സിന്റെ ഒരു അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള സെൻസ് എന്താണെന്ന് അറിയാമോ? അത് അവരുടെ കണ്ണോ നഖോ ഒന്നും അല്ല, അത് അവരുടെ വിസ്കേഴ്സ് ആണ്. അതായത് മീശ. അതൊരു സിമ്പിൾ രോമമല്ല, അതൊരു വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെൻസറി ഓർഗൻ ആണ്. അതിന് എയർ കറന്റ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ഒരു സ്പേസിൽ കൂടി അതിന്റെ ബോഡി സ്ക്വീസ് ചെയ്ത് പോകാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഒരു ഒബ്ജക്റ്റിന്റെ പ്രോക്സിമിറ്റി മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമുക്കൊരു സ്കോർ കൊടുക്കാം. സ്മെല്ലിന്റെ കേസിൽ വിന്നർ ആരാണ്? ഡോഗ് ആണ്. നൈറ്റ് വിഷന്റെ കേസിൽ വിന്നർ ആരാണ്? അത് കാറ്റ്സ് ആണ്. ഹൈ ഫ്രീക്വൻസി ഹിയറിംഗിന്റെ കേസിൽ കാറ്റ്സ് ആണ്. പക്ഷെ ലോങ് ഡിസ്റ്റൻസ് ട്രാക്കിങ്ങിന്റെ കേസിൽ ഡോഗ്സ് ആണ് വരുന്നത്. നേച്ചർ ഒരിക്കലും വിന്നർ ലൂസർ ആരാന്നൊന്നും പറയുന്നില്ല. എവല്യൂഷണറി പെർസ്പെക്റ്റീവിലും എക്കോളജിക്കൽ പെർസ്പെക്റ്റീവ്സിലൊക്കെ അതുകൊണ്ട് തന്നെ നമുക്കൊരു വിന്നറെ കണ്ടുപിടിക്കാൻ പോസിബിൾ അല്ല. പക്ഷേ നമുക്ക് അവരുടെ ബ്രെയിനിനെ കമ്പയർ ചെയ്തിട്ട് എന്തൊക്കെയാ ഡിഫറൻസസ് എന്നുള്ളത് നോക്കാൻ പറ്റും. ആൻഡ് അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് എവല്യൂഷന്റെ ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഓർഗനിലേക്കാണ്, ബ്രെയിൻ. ഒരു വലിയ ഡിബേറ്റ് ആണ് കാറ്റ്സ് ആണോ സ്മാർട്ടർ അതോ ഡോഗ്സ് ആണോ സ്മാർട്ടർ എന്നുള്ളൊരു കാര്യം. നിങ്ങളൊരു കാറ്റിന്റെ ഓണർ ആണെങ്കിൽ നിങ്ങൾ പറയും കാറ്റ്സ് ആണ് സ്മാർട്ടർ. നിങ്ങളൊരു ഡോഗിന്റെ ഓണർ ആണെങ്കിൽ പറയും ഡോഗ്സ് ആണ് സ്മാർട്ടർ. പക്ഷെ നേച്ചറിൽ ആരാണ് സ്മാർട്ടർ? ഹ്യൂമൻസിൽ IQ ടെസ്റ്റ് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ കമ്പയർ ചെയ്യാം ആരാണ് കുറച്ചുകൂടി സ്മാർട്ടർ എന്നുള്ളൊരു കാര്യം, അല്ലേ? പക്ഷേ ഡോഗ്സിന്റെയും കാറ്റ്സിന്റെ ഒക്കെ കേസിൽ അത് പോസിബിൾ ആണോ? ഒരു ടൈഗറും ഒരു മങ്കീനെ നമ്മൾ കൊണ്ടുവരാണ്. അപ്പം ഇതിനകത്ത് മരം കയറാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരായിരിക്കും വിൻ ചെയ്യുക? ഒബ്വിയസ്ലി മങ്കി ആയിരിക്കും. ടൈഗർ ഒരു മണ്ടനാണ് എന്നാണോ അതിന്റെ അർത്ഥം? ഒരിക്കലും അല്ല. അനിമൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു കാര്യം മനസ്സിലാക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. അതായത് നേച്ചറിൽ ഓരോ ജീവികൾക്കും ഓരോ പ്രോബ്ലംസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർ ഇവോൾവ് ചെയ്ത രീതികളും വ്യത്യസ്തമായിട്ടുള്ള രീതികളിലായിരിക്കും. അതുകൊണ്ട് ഒരു ജനറൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു കാര്യം കണ്ടുപിടിക്കുന്നത് പോസിബിൾ അല്ല. ഒരു പ്രോബ്ലം സോൾവിങ്, മെമ്മറി, സോഷ്യൽ ഇന്റലിജൻസ്, കമ്മ്യൂണിക്കേഷൻ, ലേണിംഗ് ഫ്ലെക്സിബിലിറ്റി, ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ഒരു അനിമലിനെ ബേസ് ചെയ്തിട്ട് നോക്കേണ്ടതായിട്ടുണ്ട് അവരുടെ ഇന്റലിജൻസ് മനസ്സിലാക്കാൻ വേണ്ടി. ഡോഗ്സിന്റെ ബ്രെയിൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വൂൾസിനെ പറ്റി നോക്കാം. അതായത് അവര് മില്യൺസ് ഓഫ് ഇയേഴ്സ് എഗോ അവർ ഒരുമിച്ചാണ് താമസിച്ചുകൊണ്ടിരുന്നത്. വൂൾഫിന്റെ പാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര ഈസി അല്ല. അതില് അവർ കോപ്പറേറ്റ് ചെയ്യണം, കോർഡിനേറ്റ് ചെയ്യണം, കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യണം, ഹയറാർക്കി മനസ്സിലാക്കണം, കാര്യങ്ങളൊക്കെ. ഇതൊക്കെ കൊണ്ട് തന്നെ ഒരു ഹ്യൂമൻ കൊടുക്കുന്ന കമാൻഡ്സ് എന്ന് പറയുന്നത് ഡോഗ്സിന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ബിക്കോസ് ഇവരുടെ ആൻസസ്റ്റേഴ്സ് ഇതുപോലുള്ള കുറെ കമാൻഡ്സ് കണ്ടു വളർന്ന ആളുകളാണ്. ഹ്യൂമന്റെ ഒരു ക്ലോസ് റിലേറ്റീവ് എടുത്ത് നോക്കുവാണെങ്കിൽ, ചിമ്പാൻസിനെ എടുത്ത് നോക്കുവാണെങ്കിൽ, ഡോഗ്സിനെയും ചിമ്പാൻസിനെയും
കാറ്റ്സിനെയും കമ്പയർ ചെയ്യുന്ന സമയത്ത് കൂടുതലും കമാൻഡ്സ് അനുസരിക്കുന്നത് ഡോഗ്സ് ആണ്. മനുഷ്യനുമായിട്ടുള്ള സിമിലാരിറ്റി വെച്ചിട്ട് ചിമ്പാൻസിയാണ് അടുത്ത് നിൽക്കുന്നതെങ്കിലും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും പ്രോസസ് ചെയ്യാനൊക്കെ ആയിട്ട് ഡോഗ്സിന് എങ്ങനെയാണ് കഴിയുന്നത്? ഏകദേശം 15,000-30,000 വർഷങ്ങളായിട്ട് ഡോഗ്സ് മനുഷ്യന്റെ കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഹ്യൂമന്റെ ബോഡി ലാംഗ്വേജ് മനസ്സിലാക്കാനും കമാൻഡ്സ് മനസ്സിലാക്കാനും ഫീലിംഗ്സ് മനസ്സിലാക്കാൻ വരെ ഇവർക്ക് പോസിബിൾ ആണ് എന്നുള്ളതാണ്. ഡോഗ്സിന്റെ ഒരു സോഷ്യൽ ഇന്റലിജൻസ് ബ്രെയിൻ ആണ്. അതായത് നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ ഓക്കെ ആണോ, നിങ്ങൾ സന്തോഷമാണോ വിഷമാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി എപ്പോഴും അനലൈസ് ചെയ്തുകൊണ്ടിരിക്കലാണ് ഡോഗ്സിന്റെ ജോലി. പക്ഷെ കാറ്റ്സിന്റെ കാര്യം കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. അവരാണെങ്കിൽ മോസ്റ്റ് ഓഫ് ദ കേസിലും സോളിറ്ററി അനിമൽസ് ആണ്. ടൈഗർ, ലെപ്പേർഡ്, ജാഗ്വർ ഇവരൊന്നും ഒരുമിച്ച് താമസിക്കുന്നവരല്ല, ഗ്രൂപ്പായിട്ട് താമസിക്കുന്നവരല്ല. അതുകൊണ്ട് തന്നെ ഒരു സോഷ്യൽ ബിഹേവിയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും കമാൻഡ്സ് ഡെവലപ്പ് ചെയ്യാനൊന്നും വേണ്ടിയിട്ട് ഇവർ ഇവോൾവ് ആയിട്ടില്ല. കാറ്റ്സിന് വളരെ പ്രിസിഷൻ ഉണ്ട്, പേഷ്യൻസ് ഉണ്ട്, ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി ഉണ്ട്. പക്ഷെ അവർക്ക് കോപ്പറേഷൻ എന്നുള്ള കാര്യം വളരെ കുറവാണ്. സോ അതുകൊണ്ട് തന്നെ പല എക്സ്പെരിമെന്റ്സിലും അല്ലെങ്കിൽ പല ബിഹേവിയറിലും ഡോഗ്സ് ആണ് കുറച്ചും കൂടിയും കാറ്റ്സിനേക്കാളും ബെറ്റർ ഇന്റലിജന്റ് എന്ന് തോന്നി പോകുന്നത്. പക്ഷെ വേറൊരു സംഭവം എന്താന്ന് വെച്ചാൽ നമുക്കറിയാം കാറ്റ്സിന് പലതും ചെയ്യാൻ കഴിവുള്ള ആളുകളാണ്, പക്ഷെ അവരാരും ചെയ്യില്ല, എല്ലാം ഇഗ്നോർ ചെയ്ത് ജീവിക്കുന്നവരാണ്. അതായത് ഡോഗ്സ് ചോദിക്കും ഇത് ചെയ്യുവാണെങ്കിൽ എനിക്ക് എന്താ റിവാർഡ് കിട്ടുക, പക്ഷെ കാറ്റ്സ് ചോദിക്കും ഇത് എനിക്ക് ചെയ്യേണ്ട ആവശ്യം എന്താ? ഇനി ബ്രെയിനിന്റെ സൈസ് വെച്ചിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുമോ? അതായത് ചെറിയ സൈസ് വലിയ സൈസ് എന്നുള്ള പെർസ്പെക്റ്റീവില്, അതായത് വലിയ സൈസ് ആണെങ്കിൽ കൂടുതൽ ബുദ്ധി ഉണ്ടാവും എന്നുള്ള പെർസ്പെക്റ്റീവില് പറയാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ എലഫന്റ്സിന്റെ വലിയ ബ്രെയിൻ അല്ലേ, അതിനേക്കാളും വലിയ ബ്രെയിൻ അല്ലേ തിമിംഗലത്തിന്റെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ അവരാണോ ഏറ്റവും ഇന്റലിജന്റ് ആയിട്ടുള്ള ആളുകൾ? അത് ക്വസ്റ്റ്യനബിൾ ആണോ? പക്ഷെ റിസർച്ച് പറയുന്നത് ബ്രെയിനിനകത്ത് കൂടുതൽ കോർട്ടിക്കൽ ന്യൂറോൺസ് ഉള്ളത് ഡോഗ്സിനാണ് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെയും നമുക്ക് കാറ്റഗറൈസ് ചെയ്തിട്ട് ഒരു വിന്നറിനെ പറയാൻ പറ്റുള്ളൂ. അതായത് സോഷ്യൽ ഇന്റലിജൻസിന്റെ കേസിൽ ഡോഗ്സ് ആണ് വിൻ ചെയ്തത്, ഹ്യൂമൻ കമ്മ്യൂണിക്കേഷന്റെ കേസിൽ ഡോഗ്സ് ആണ്, കോപ്പറേറ്റീവ് ടാസ്കിന്റെ കേസിൽ ഡോഗ്സ് ആണ്, ഇൻഡിപെൻഡന്റ് പ്രോബ്ലം സോൾവിംഗിന്റെ കേസിലാണെങ്കിൽ കാറ്റ്സ് ആണ്, ആംബുഷ് ഡിസിഷൻ മേക്കിംഗിന്റെ കേസിലാണെങ്കിലും കാറ്റ്സ് ആണ്, സെൽഫ് റിലയൻസിന്റെ കേസിലാണെങ്കിൽ കാറ്റ്സ് ആണ്. അപ്പൊ ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്ത് നമുക്ക് ഒരാളെ ഡിസൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാറ്റിന്റെ ഡിസെൻഡൻസ് ക്രിയേറ്റ് ചെയ്തത് ഒരു ഇൻഡിപെൻഡന്റ് സ്പെഷ്യലിസ്റ്റുകളെയാണ്. വൂൾഫിന്റെ ഡിസെൻഡൻസ് ക്രിയേറ്റ് ചെയ്തത് ടീം പ്ലേയേഴ്സിനെയാണ്. നമ്മൾ ഇതുവരെ കണ്ടത് കാറ്റ്സും ഡോഗ്സും എങ്ങനെയാണ് എവല്യൂഷണറി പരമായിട്ട് ഡിസെൻഡ് ചെയ്തത്, അതുപോലെ അവരുടെ ഡിഫറെന്റ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ. പക്ഷെ ഇനിയാണ് ഇവരൊരു പുതിയ സ്പീഷീസിനെ വഴിക്ക് വെച്ച് കണ്ട ഒരു കഥ നമ്മൾ പറയാൻ പോകുന്നത്. ആ സ്പീഷീസ് ആണ് ഹ്യൂമൻസ്. ഡോഗ്സിനെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തതും കാറ്റ്സിനെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റോറി എന്ന് പറയുന്നത് വളരെ ഡിഫറെന്റ് ആണ്. ഒരെണ്ണത്തില് നമ്മൾ ഒരാളെ ചൂസ് ചെയ്തെങ്കിൽ മറ്റൊരെണ്ണത്തില് അവര് നമ്മളെയാണ് ചൂസ് ചെയ്തത്. പലരും വിചാരിക്കുന്നത് വൂൾഫിനെയാണ് ഡൊമസ്റ്റിക്കേറ്റ് എന്നാണ്. പക്ഷേ അതൊരു കോ എവല്യൂഷന്റെ ഭാഗമായിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായ ഒരു ഇന്ററാക്ഷന്റെ ഭാഗമായിട്ട് നടന്ന ഒരു പ്രോസസ്സാണ്. മനുഷ്യരെ കുറെ വൂൾസ് ആദ്യം ഭയപ്പെട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അവര് മനുഷ്യരുടെ അടുത്തേക്ക് വന്നില്ല. പക്ഷെ അതിലെ കുറച്ചു പേര് മാത്രം മനുഷ്യനോട് ഒരു ചെറിയ രീതിയിൽ പേടിയില്ലാതെ ബിഹേവ് ചെയ്യാൻ തുടങ്ങി. അപ്പോ ഹ്യൂമൻ ക്യാമ്പ്സിന്റെ അങ്ങോട്ടൊക്കെ ആയിട്ട് ഇവര് അപ്രോച്ച് ചെയ്യാനായിട്ട് തുടങ്ങി. ഹ്യൂമൻസ് ഇവർക്ക് ഫുഡ് കൊടുത്തു. അപ്പോൾ കൂടുതലായിട്ട് ഫുഡ് കിട്ടുന്നതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് ഇവരെ അടുത്തേക്ക് വരാൻ തുടങ്ങി. ഇവർക്ക് കൂടുതൽ പേടി നശിക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ചും കൂടിയും ഫിയർലെസ് ആയിട്ട് ഹ്യൂമൻസ് ആയിട്ട് ഇന്ററാക്ട് ചെയ്ത വൂൾസ് ആണെങ്കിൽ കൂടുതലായിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവരുടെ ബിഹേവിയർ മൊത്തത്തിലൊന്ന് മാറാനായിട്ട് തുടങ്ങി. മാറാൻ തുടങ്ങിയ സമയത്ത് ഇവരുടെ അഗ്രഷൻ കുറഞ്ഞു, ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ കൂടി, അതുപോലെ സോഷ്യൽ ഇന്റലിജൻസ് ആണെങ്കിലും കൂടി. ഇവിടെ രണ്ടുപേർക്കും ബെനിഫിറ്റഡ് ആവുന്നുണ്ട്. ഹ്യൂമൻസിന് കിട്ടിയ ബെനിഫിറ്റ് എന്താന്ന് വെച്ചാൽ ഇവര് വൂൾസ് ഡേഞ്ചർ ഡിറ്റക്ട് ചെയ്തു, അതുപോലെ ക്യാമ്പ്സ് പ്രൊട്ടക്ട് ചെയ്തു, അതുപോലെ ഹണ്ടിങ്ങിൽ സഹായിച്ചു. തിരിച്ച് ഹ്യൂമൻസ് എന്ത് കൊടുത്തു? ഫുഡ് കൊടുത്തു, ഷെൽട്ടർ കൊടുത്തു, സെക്യൂരിറ്റി കൊടുത്തു. അങ്ങനെ ഭൂമിയിലെ ആദ്യത്തെ ഡോഗ്സ് ജനിച്ചു. കാറ്റ്സിന്റെ ഡൊമസ്റ്റിക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഡിഫറെന്റ് ആണ്. അതായത് ഏകദേശം 10,000 വർഷങ്ങൾക്ക് മുമ്പാണ് ഹ്യൂമൻസ് ഫാമിംഗ് തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ ഗ്രെയിൻസ് എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുമായിരുന്നു. ഈ ധാന്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ അവിടെ റൊഡൻസ്, എലികളൊക്കെ വരാൻ തുടങ്ങി. ആ സമയത്ത് വൈൽഡ് കാറ്റ്സ് ഇവരെ പിടിക്കാൻ വേണ്ടിയിട്ട് ഹ്യൂമൻ സെറ്റിൽമെന്റ്സിന്റെ അകത്തേക്ക് വരുവാണ് ചെയ്തത്. ഇവിടെ ഹ്യൂമൻസ് ആയിട്ട് ഒരു ആക്റ്റീവ് കോപ്പറേഷൻ സത്യം പറഞ്ഞ ഇല്ല. അതായത് ഹ്യൂമൻ സെറ്റിൽമെന്റ് അടുത്ത് ഫുഡ് അവൈലബിൾ ആയതുകൊണ്ട് തന്നെ കാറ്റ്സിനാണെങ്കിൽ അവിടെ വന്ന് താമസിക്കാൻ തുടങ്ങി. ഹ്യൂമൻസിനാണെങ്കിൽ ഈ പെസ്റ്റിനെ എല്ലാം നശിപ്പിക്കാനായിട്ട് കാറ്റ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും ഇവിടെയും ബെനിഫിറ്റഡ് ആവുകയാണ് ചെയ്തത്. ആരാണ് കൂടുതൽ ചേഞ്ച് ആയത്? അതായത് നമുക്ക് വൂൾഫിൽ നിന്നും ഒരു ഡോഗിനകത്തേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് അത് വളരെ വലുതായിരുന്നു. വൈൽഡ് കാറ്റ്സിൽ നിന്നും ഒരു നോർമൽ ഡൊമസ്റ്റിക് കാറ്റ്സിനകത്തേക്കുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. കാരണം ഹ്യൂമൻസ് ഡോഗ്സിനെ വെച്ചിട്ട് പല രീതിയിൽ സെലക്ഷൻ നടത്തിയിട്ടുണ്ട്. പലതവണ ബ്രീഡ് ചെയ്ത് പല രീതിയിലുള്ള ബ്രീഡ്സിനെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്.
അതായത് സെലക്റ്റീവ് ബ്രീഡിംഗ് വഴിയാണ് ഇത്രയും ഡിഫറൻസ് ഡോഗ്സിനുണ്ടായത് ക്യാറ്റിനേക്കാളും. ഇന്ന് നിങ്ങളുടെ സോഫയിൽ കിടന്നുറങ്ങുന്ന പൂച്ച മില്യൺ കണക്കിന് വർഷങ്ങളായിട്ട് റിഫൈൻ ചെയ്ത ഒരു ആംബുഷ് പ്രിഡേറ്റർ ആണ്. നിങ്ങളുടെ പുറകെ നടക്കുന്ന നായ മില്യൺ കണക്കിന് വർഷങ്ങളായിട്ട് റിഫൈൻ ചെയ്തിട്ടുള്ള ഒരു സോഷ്യൽ ഹണ്ടർ ആണ്. ഒരു ലീനിയേജ് ഇരുട്ടിന്റെ നിഴലുകളിൽ ജയിച്ചു, മറ്റൊരു ലീനിയേജ് ഓപ്പൺ ലാൻഡ്സ്കേപ്പ് ജയിച്ചു. പക്ഷെ അൾട്ടിമേറ്റ്ലി രണ്ടുപേരും ഒരു സ്പീഷീസിന്റെ കൂടെ ജീവിക്കാനായിട്ട് എത്തി. അതാണ് നമ്മൾ ഹ്യൂമൻസ്. നിങ്ങൾ ഇവിടെ വരെ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് സയൻസ് എന്ന് പറയുന്ന പേഴ്സ്പെക്റ്റീവിൽ വളരെയധികം ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ടൊന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാണെങ്കിൽ ഫ്യൂച്ചറിൽ ഇഷ്ടം പോലെ വീഡിയോസ് ഇതുപോലെ വരുന്നുണ്ട്, അതെല്ലാം ഈസി ആയിട്ട് കാണാൻ പറ്റും. ആൻഡ് ഞാൻ ഈ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ സജഷൻസോ അല്ലെങ്കിൽ എന്ത് തന്നെ ആയിക്കോട്ടെ പറയാനുണ്ടെങ്കിൽ ജസ്റ്റ് കമൻസിൽ രേഖപ്പെടുത്താവുന്നതാണ്. മാക്സിമം എല്ലാ കമൻസിനും ഞാൻ റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.